വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ജൂലിയർ കവായി കേക്ക് ഡെക്കറേറ്റിംഗ് ചാലഞ്ച്. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കേക്ക് ഡെക്കറേഷൻ ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ കുറച്ച് വെറൈറ്റി ഉണ്ട് ഗൈസ്. കാരണം ഇത്തവണ നമ്മൾ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള കവായി കേക്ക് ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. ഈ കവായി കേക്ക് എന്ന് പറഞ്ഞാല് ക്യൂട്ട്നെസ് ആണ് അതിന്റെ ഒരു അർത്ഥം. അതായത് ഇങ്ങനെ ഈ ഒരു കളേഴ്സിലൊക്കെ ചെയ്ത് നമുക്ക് പേസ്റ്റൽസ്, പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കള്, കുഞ്ഞു സ്ട്രോബെറി, ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ടെഡി ബിയർ അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സാധനമാണ് ഈ കവായി കേക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളത് നമ്മൾ പിന്നെ ഈ പിൻട്രസ്റ്റിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് കാണുന്നതായിട്ടുള്ള ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നല്ല കവായി തീമിൽ നല്ല ക്യൂട്ടായിട്ട് നല്ല 3 അടിപൊളി കേക്കുകൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതിവിടെ പിങ്ക് കളറിലുണ്ട്, യെല്ലോ കളറിലുണ്ട്, പിന്നെ ബ്ലൂ കളറിലും ഉണ്ട്. ഈ മുന്നിലിരിക്കുന്ന കേക്കുകളൊന്നും ഞങ്ങളതല്ല, അല്ല, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോട്ടറി എക്സ്ചേഞ്ച് ചെയ്യും കേട്ടോ. നമ്മൾ കേക്ക് ലോട്ടറി ഇട്ടാണ് സെലക്ട് ചെയ്യുക. കാര്യം ഒരാൾക്ക് പിങ്ക് വേണം, ഒരാൾക്ക് ബ്ലൂ വേണം, യെല്ലോ വേണം എന്ന് പറയാൻ പറ്റില്ല. കിട്ടുന്നത് ഏതാണോ അത് എടുത്തിട്ട് വേണം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് ഉണ്ട്. പക്ഷെ അത് പറയുന്നില്ല, അതിവിടെ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. മെയിൻ ആയിട്ട് തന്നെ പല കളറിലുള്ള വിപ്പിംഗ് ക്രീംസ് ഉണ്ട് ഗൈസ്. അതിൽ പിങ്ക് ഉണ്ട്, പേർപ്പിൾ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ യെല്ലോ കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കോമിക് കേക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ശരിക്കും ഒരു 3D എഫക്റ്റിലായിരിക്കും കേക്ക് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് കേക്ക്സ് ആണ്. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഷുഗർ ബോൾസ് ആണ്. ഗ്രീനും വൈറ്റും ഉണ്ട്, പെർപ്പിളും യെല്ലോയും ഉണ്ട്, പിങ്കും ബ്ലൂ ഉണ്ട്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ് ഗൈസ്. ബ്ലൂബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. പിന്നെ അടുത്ത റൗണ്ട് നമുക്ക് വരുന്നത് ചോക്ലേറ്റ്സ് ആണ്. റാഫെല്ലോ ഉണ്ട്, പിന്നെ നമുക്ക് ഹെർഷീസിന്റെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് മിൽക്കി ബാർ ഉണ്ട്. അടുത്തത് നമുക്ക് വരുന്നത് വേഫറിന്റെ റൗണ്ട് ആണ്. യെല്ലോ വേഫർ, കോൺ വേഫർ, പിന്നെ ചോക്ലേറ്റ് വേഫറും വരുന്നുണ്ട്. അടുത്ത റൗണ്ട് ആയിട്ട് വരുന്നത് ടോപ്പർ ആണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ളത് അംബ്രല്ല ബോയ് ഉണ്ട്. അംബ്രല്ല ബോയ് തിരിഞ്ഞാ കിടക്കുന്നത്. അംബ്രല്ല ബോയ് ഉണ്ട്, പിന്നെ ഒരു മെർമെയ്ഡിന്റെ ടോപ്പർ ഉണ്ട്, പിന്നെ നല്ല ഭംഗിയുള്ള 2 ഫ്ലമിംഗോസിന്റെ ടോപ്പർ ഉണ്ട്. അത് കേട്ടപ്പോ മനസ്സിലല്ലേ ശ്രീക്ക് ഫ്ലമിംഗോ ആണ് വേണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അടുത്ത റൗണ്ട് ആയിട്ട് വരുന്നത് വേറൊരു ഫൈനൽ ടോപ്പർ ആണ്. അതിൽ റെയിൻബോ ടോപ്പർ വരുന്നുണ്ട്, ബട്ടർഫ്ലൈ ടോപ്പർ വരുന്നുണ്ട്, സ്ട്രോബെറി ടോപ്പറും വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കവായി കേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള കവായി കേക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കുറെ കാലത്തിന് ശേഷം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പൊ ലോട്ടറി തീരുമാനിക്കാം. പക്ഷെ ഇതിൽ എനിക്ക് അടിയൊന്നുമില്ല, എനിക്ക് ഏത് കേക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അതെന്താ അറിയോ, ഈ യെല്ലോയില് നമുക്ക് ഇങ്ങനെ കുറച്ച് ഡാർക്ക് കളേഴ്സ് ഏതെങ്കിലും വരുന്ന നല്ല അപ്പൊ ലോട്ടട ഗൈസ്. നമ്മളെ ഫസ്റ്റ് റൗണ്ടിലുള്ള കേക്കിന്റെ ലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നന്നായിട്ട് ഞാൻ ഷഫിൾ ചെയ്യട്ടെ കേട്ടോ. ഇതാണ് ബേസ്. എല്ലാവർക്കും ഇഷ്ടമുള്ളത് കിട്ടിയാൽ മതി. ലോട്ടടാ ഞാനിത് യെല്ലോ. എനിക്ക് യെല്ലോ കേക്ക് എനിക്ക് ബ്ലൂ ആണ് കിട്ടിയത്. എനിക്ക് ഡ്രസ് പോലെ തന്നെ പിങ്ക്. ഷാമിക്ക് ഏകദേശം ഡ്രസ് ആയിട്ട് മാച്ച്. ഏകദേശം ഞങ്ങൾ മാച്ച് ആണ്. എനിക്കില്ലേ സത്യം പറഞ്ഞാൽ യെല്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയാതെ സത്യം പറയട്ടെ, എനിക്ക് ബ്ലൂ കിട്ടിയാലോ യെല്ലോ കിട്ടിയാലോ മതി എന്നുണ്ടായിരുന്നു. എനിക്ക് പിങ്ക് ആയാലും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് യെല്ലോയിലേക്ക് കണ്ടുണ്ടായിരുന്നു സത്യമാണ്. അപ്പൊ എനിക്കിന്റെ മുന്നിലുള്ള തന്നെയാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്താൽ മതി. താങ്ക് യു. പോണതിന് വിഷമമുണ്ടല്ലോ. എനിക്ക് അത് ഇഷ്ടമാണ്. ഇതില് പർപ്പിളൊക്കെ വെച്ച നല്ല ഡ്രസ് ഉണ്ടാവില്ലേ? ഇപ്പൊ ഞാനും എന്റെ കേക്ക് ഒരേ കളർ. പിങ്ക് ഇന്റെ ബ്ലൂ കളർ കേക്ക് ഇതാ ഗൈസ്. ഇപ്പൊ ഇതിങ്ങനെയാണുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലൊരു താജ്മഹൽ. ഇതാണ് ഗൈസ് ഇന്റെ യെല്ലോ കേക്ക്. ഇതിന്റെ ചെറിയ പിങ്ക് കേക്ക് ഇതാണ് ഗൈസ്. നല്ല ഭംഗിയിട്ടോ കാണാൻ. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നു, നല്ല ഫിനിഷിംഗിൽ നിൽക്കുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ വിപ്പിംഗ് ക്രീമിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ യെല്ലോ എടുത്തു. ഞാൻ യെല്ലോയും പെർപ്പിളും പിങ്കും എടുത്തു. ഇവരൊക്കെ എന്തൊക്കെ ആലോചിച്ചു, ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ ഈ ഗ്രീൻ എടുത്ത്, പിന്നെ ഈ പർപ്പിൾ എടുത്ത്, പിന്നെ എടുത്ത് ഇതെന്താ പറയാ, ഇതിന്റെ കൂടെ ഈ കളേഴ്സ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. എനിക്ക് ഈ യെല്ലോ അല്ല, നോസിൽ ഞാൻ ഈ യെല്ലോ എടുക്കണ്ടേ ഗൈസ്. എന്തായാലും നല്ല ഭംഗിയുള്ള പിങ്ക് കേക്കാണ്. അപ്പൊ ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ച് തുടങ്ങാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ സംഭവം അറിയോ, ശ്രീക്ക് നല്ല വൃത്തിയിലത് ചെയ്തെടുക്കണം എന്ന് നല്ല ആഗ്രഹം, അതുകൊണ്ടാണ് കൈ ഇറക്കുന്നത്. അയ്യോ, ഒരു കുത്ത് കുത്താനാണ് ഇത്രയും നേരം. എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ?
ഞാനൊരു ഫ്ലവർ ഏകദേശം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊരു ഫ്ലവർ, അതെ. ഈ ക്രീം കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, അതിനോട് എനിക്ക് അങ്ങനെ ഇങ്ങോട്ടും വരുന്നില്ല കേട്ടോ. അത് നമുക്ക് എന്തായാലും ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് അവിടെ ഇവിടെ കൊടുക്കാം. ഇങ്ങനെ ഇവിടെ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് വലിക്കുക, അവിടെ വെക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു എയിമായി. അങ്ങനെ ഞാനിത് എന്റെ കേക്കിലുള്ള പരിപാടികൾ തുടങ്ങാണ് ഗൈസ്. ഇതിന്റെ മുകളിൽ ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ആട്ടോ കൊടുക്കാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ പോകൂലേ, അതായത് ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ ഒലിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ഇല്ലേ, അതാട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കും. ഞാനിത് അവിടെ പർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു പ്രത്യേകതരം പൂവാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ ഗൈസ്, ഇത് എനിക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ഐഡിയയിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു ലാവൻഡർ ഫ്ലവർ പോലത്തെ ഒരു ഫ്ലവർ ആണ്. ഗ്രീനോണ്ട് ജസ്റ്റ് ഒരു സ്റ്റെമ്മും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാനാക്കി കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഇത് അവിടെ ഇങ്ങനെ ഒരു എതള് പോലെ കൊടുക്കുക, അതിന്റെ സൈഡിൽ ഇപ്പുറത്ത് ഒരു എതള് കൊടുക്കുക, ഇവിടെ ഒരു എതള് കൊടുക്കുക, ഇവിടെ ഒരു എതള് കൊടുക്കുക. ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ താഴെ വരെ ഉള്ളൊരു പൂ പോലാട്ടോ. ഞാനിത് അവിടെ ഗൈസ് ഇങ്ങനെ കേക്ക് ഇങ്ങനെ മെൽട്ടായി ഇങ്ങനെ വീഴൂലേ, അതേപോലെ ഞാൻ ഇവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. ഗൈസ് ഇങ്ങനെ ഡിസൈൻ ചെയ്തോണ്ടിരിക്കാണ്. ഈ ക്രീം ആയതുകൊണ്ട് ഓൾറെഡി ഒരു ഇതുപോലെ 3D എഫക്ട് പോലെ ഓൾറെഡി ഒരു 3D എഫക്ട് പോലെ നല്ല തിക്കായിട്ടാണ് ഇത് വരുന്നത്. തിക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ സ്റ്റിക്കായി നിൽക്കാൻ കുറച്ചൊരു പണിയുണ്ട്. സ്റ്റിക്കായി നിൽക്കാൻ മാത്രല്ല ഗൈസ്, നമ്മളിത് അമർത്തി പിടിക്കുന്ന സമയത്ത് ഇത് അങ്ങനെ പൊട്ടി പോകാം, ശ്രദ്ധിക്കണം. ഞാനിത് ഇവിടെ ലാൻഡ് കൊടുത്തോണ്ടിരിക്കുക. ഇത് പൂക്കളാണ്. ഈ പൂക്കൾ ഉണ്ടാവുന്നത് ഈ പുല്ലിലാണ് കേട്ടോ. ആ ഒരു രീതിയിൽ ഞാൻ ഈ സൈഡ് ചെയ്തോ, നല്ല രസല്ലേ, ഒരു 3D പോലെ. ഇതിന് ശരിക്കും ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കോമിക് കേക്ക് പോലെ ആയി. അതാ ഞാൻ വിചാരിച്ചത്, ഇതിനിങ്ങനെ ബ്ലാക്ക് ഔട്ട്ലൈൻ ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോമിക് കേക്ക് പോലെ ആവും. അപ്പൊ ഇതാണ് ഗൈസ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്കത് ഈ കേക്കിന്റെ അരികത്ത് ഈ പുല്ല് ഇങ്ങനെ സിക്സാക്ക് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഞാനിവിടെ 1, 2, 3 പൂക്കൾ കൊടുത്തിട്ടുണ്ട്. ഇതാ 4ാമത്തെ ഇവിടെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഞാനിതാ ഇവിടെ ഫസ്റ്റ് ലെയറിന് മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മൊത്തത്തിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്റെ പിങ്ക് ഇപ്പൊ തീരും ഗൈസ്. ഇന്നത് പൂവല്ല മേഘമല്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഞാൻ അവിടെ ചെയ്ത പൂ കൊളായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാലും അത് മേഘമാക്കാതെ. പക്ഷെ അതിപ്പോ മേഘം ആവില്ല. ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഞാൻ ചെയ്യൂട്ടോ. അതെന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. ഗൈസ് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ് ചെയ്തെടുക്കാൻ. കുറേ ദിനായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ടാണ്, അധികം ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനൊക്കെ അതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഡിസൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്കിതിന് ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ കൊടുത്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അതിപ്പോ തന്നെ കൊടുക്കുക. ഇപ്പൊ തന്നെ കൊടുത്താലല്ലേ ഉള്ളൂ അതിന്റെ ഒരു കാണാൻ വേണ്ടിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കേക്ക് ചെയ്യാൻ. അപ്പൊ എനിക്ക് ആഗ്രഹം എന്തിനാ അങ്ങനെ ചെയ്യണം. അപ്പൊ അതിന് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കട്ടെ കേട്ടോ. ഗൈസ് ഞാനിതാ റോസ് ഫ്ലവേഴ്സ് വരഞ്ഞോണ്ടിരിക്കുകയാണ്. യെല്ലോ റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. കാരണം ഇതില് റോസ് ഫ്ലവർ ആണ് ആ ഡാഫോഡിലിനെക്കാട്ടി നന്നാവുക. അപ്പൊ ഞാനിത് ഈ റൗണ്ട് ആയിട്ട് ഇങ്ങനെ റോസ് ഫ്ലവർ കൊടുത്തോണ്ടിരിക്കുകയാണ്. ശ്രേയൊക്കെ വെച്ചിട്ട് പ്ലാനുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എനിക്ക് ഇതിൽ അങ്ങനെ കൊണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെ വരയ്ക്കാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്ത റോസ് ഫ്ലവർ ഇവിടെ കൊടുക്കാം. ഗൈസ് ഞാൻ ഇത്രയും നേരം ഭയങ്കര കുഞ്ഞായിട്ടുള്ള നോസിൽ എടുത്തിട്ടായിരുന്നു ഈ പൂക്കളൊക്കെ ചെയ്തത്. ഇനി എന്റെ തൊട്ട വലിയത് ഈ റൗണ്ട് ആയിട്ട് തന്നെയുള്ള നോസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുണ്ടോ ഈ ലാവൻഡർ കളറിലുള്ള ഫ്ലവർ ആണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. ഇനി ഇപ്പുറത്തുള്ള ഇതളുകളും കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് കണ്ടോ ഗൈസ്, ഇത് കുറച്ച് സ്റ്റിക്ക് ആവാൻ അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇതാ ഗൈസ് ഞാൻ പൂ മൊത്തം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു നമുക്ക് സ്റ്റെമ്മ് പോലെ ജസ്റ്റ് ഇങ്ങനെ ഈ ഗ്രീൻ കളറിൽ ഇതാ ഇങ്ങനെ ഒരു സ്റ്റെമ്മ് പോലെ കൊടുക്കട്ടോ. ഇപ്പൊ കണ്ട നമ്മളിങ്ങനെ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലാവൻഡർ ക്യൂട്ടായിട്ടുള്ള അതാണ് ഗൈസ് ഞാൻ വരച്ചത്. അവിടെ ലാവൻഡർ ഫ്ലവേഴ്സ്. അതെ, ബാക്കിയൊക്കെ കുഞ്ഞും ഇവിടെ വലുത്, പിന്നെ ഒരെണ്ണം ഞാനിത് അവിടെ എവിടെയോ ഒരു വലുതും കൂടെ ഇവിടെ ഒരു വലുതും കൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇവിടെ ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത്രമാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തോ ഈ യെല്ലോ കേക്കിലേക്ക് ഇങ്ങനെ ഔട്ട്ലൈൻ വരുന്ന ആ സംഭവം എന്നാ നല്ല രസം ഉണ്ടാവും തോന്നിട്ടോ. ഇവിടെ വിട്ടയക്കുന്നത് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്തോളൂ. പക്ഷെ ആ വിട്ടോന്നൊരു ഭംഗിയാ. ഇത് നമുക്ക് ഗൈസ് ഇങ്ങനെ ഒരു സിംഗിൾ ഔട്ട്ലൈൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഗൈസ് ഞാനിത് ഇവിടെ ഇങ്ങനെ കള്ളിമുൾച്ചെടീന്റെ ഒരു ഡിസൈൻ പോലെ ഇത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ ഡിസൈൻ കൊടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഈ ഫ്ലവറിന്റെ സ്റ്റെമ്മാണ് ഇത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തു പോവാം. ഇതൊരു എബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, പ്രോപ്പർ ഒരു ചെടിയായിട്ടൊന്നുമല്ല.
എന്തായാലും എനിക്ക് നിറഞ്ഞു നിൽക്കുന്നേ. അതെ, നിറഞ്ഞു നിൽക്കുന്ന ചെടികളുള്ള ഒരു കേക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പൂവിന്റെ ചെടിയാണ് ഇത് പിന്നെ കുഞ്ഞു പൂവാണ്. അപ്പൊ അങ്ങനെ മതി. അത് കുറച്ചും കൂടി ചെറിയ നോസിൽ ചെയ്തുകൂടാണ്. ചെറിയ നോസിൽ കിട്ടണ്ട, എനിക്ക് വലുതേ കിട്ടിയുള്ളൂ. ഗൈസ്, ഞാനിതാ പൂക്കളൊക്കെ ഒരുവിധം കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ഈ കേക്കിനെ മൊത്തം ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ താഴെ നമുക്ക് ഇതാ മെല്ലെ ജസ്റ്റ് ഇങ്ങനെ. എന്താ ചെയ്യുന്നേ? ഈ ചെയ്ത് തന്നെ ഞാൻ താഴെ ചെയ്യാം. ഗൈസ്, ഞാനിത് ഇവിടെ ചുറ്റും ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഈ ബോർഡിലേക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഇടാൻ പോവാണ് കേട്ടോ. ഗൈസ്, ഇത് കണ്ടോ, ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഒഴുക്കിന് ഇങ്ങനെ പോവാ. എന്നിട്ട് നമുക്ക് അത് ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം കേട്ടോ, ഏതെങ്കിലും ഒരു കളറ്. കണ്ടോ, ഇപ്പൊ ഇതുണ്ടോ, ഈ ബോർഡിൽ മൊത്തം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കറക്റ്റ് ഒരു കാർട്ടൂൺ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ പിങ്ക് കളറോ ലാവൻഡർ കളറോ ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിതാ ഗൈസ്, ഞാൻ വരച്ച ആ ഒരു ഡിസൈൻ ഇല്ലേ, അതിന് മൊത്തത്തിൽ ഞാൻ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, മൊത്തത്തിൽ ഇവിടെ ഔട്ട്ലൈൻ ചെയ്തെടുത്ത് മുകളിലും ഞാൻ ഇതേപോലെ ബ്ലാക്കിൽ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അടുത്ത റൗണ്ടിലേക്ക് പോയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ഇതിന്റെ മുകളിൽ നല്ല ഭംഗിയുള്ള ടോപ്പിംഗ്സ് ഒക്കെ വന്നിട്ട് എന്ത് രസമുണ്ട്. ഫ്ലമിംഗോ നല്ല മാച്ച് ആയിരിക്കും. ഏതായാലും മാച്ച് ആവും തോന്നുന്നു. ഞാനിതാ ഇവിടെ ഒരു ഫ്ലവർ വരഞ്ഞോണ്ടിരിക്കുന്നു ഗൈസ്. ഇത് ഫ്ലവർ ആയോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അത് നമുക്ക് ഫ്ലവർ ആയിട്ട് കൂട്ടാം. അല്ല, അത് ഫ്ലവർ പോലെ ഉണ്ട്. ഇത് ഫ്ലവറിന്റെ സെന്റർ. ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് കൊടുക്കാം. ഗൈസ്, അഞ്ചിക്ക് ഒരു പണി ഇല്ലാത്തതുകൊണ്ട് അഞ്ച് കേക്കിന്റെ ബോർഡിനെ വരെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇതൊരു വെറൈറ്റി. ഇതുവരെ ആരും നമ്മൾ ഇതുവരെ ഇൻവെന്റ് ചെയ്യാത്തൊരു വെറൈറ്റി. അല്ല, ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്താ വെച്ചാല് കേക്ക് അല്ലാതെ നമ്മൾ കേക്കിന് ഒരു ഫ്ലോർ സ്ഥലം വരെ ഡെക്കറേറ്റ് ചെയ്ത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാല് ആദ്യം ബോർഡർ കൊടുത്തിട്ടാണ് കളർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മിക്സ് ആയി പോവാതിരിക്കാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് നേരം വേണ്ടി ഫിൽ ആവണം. അതെ, കുറച്ച് അധികം സമയം എടുക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ എല്ലാരും കേക്ക് ഇതാ ഏകദേശം ഒന്ന് മുഖച്ഛായ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇന്ത്യന്ന് ഇത് അങ്ങനെ ആട്ടോ വരുന്നത്. ഞാനിങ്ങനെ മെൽട്ടായ പോലെ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ ഫുള്ള് ചെയ്തിട്ടില്ല, അവിടെ തെറ്റിയതായിരുന്നു. അവിടെ ഞാൻ ഒരു മേഘം കൊടുത്ത്, പിന്നെ എന്താ പറയാ, ഒരു ലാവൻഡർ കളറുള്ള ഒരു ഫ്ലവർ അവിടെ കൊടുത്തിട്ടുണ്ട്. പുൽച്ചെടികളും പിന്നെ അതിന് ഫ്ലവേഴ്സും കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ്. ഇനി ഇവരെന്ത് ചെയ്യണം എന്നുള്ളത് അടുത്ത റൗണ്ട് കൂടെ കഴിഞ്ഞാലേ ഞാൻ തീരുമാനിക്കുള്ളൂ. ഇതിപ്പോ നമുക്ക് ആകെ കേക്ക് കിട്ടുന്ന റൗണ്ട് ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പത്തേക്ക് ഇതിൽ ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇന്റത് ഇങ്ങനെയാണുള്ളത്. ഇന്റത് കുറച്ച് വളരെ വലിയ കേക്കായ പോലത്തെ ഒരു ഫീലില്ലേ ഈ ഒരു ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തപ്പോ. ഇവിടെ ഞാനിതാ മൊത്തത്തിൽ ഒരു യെല്ലോ കളറിൽ ഒരു ഡിഫറെന്റ് ഷേപ്പിലൊക്കെ വേവ്സ് ഒക്കെ പോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. മേലെ കുറെ ലാവൻഡർ ഫ്ലവേഴ്സും അതിന് സ്റ്റെമ്മും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് കേസ് ഞാൻ ഇതിന്റെ മുകളിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതുവരെ ചെയ്തിട്ട് ഇഷ്ടമായി കേട്ടോ. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ നമുക്ക് വരുന്നത് ഷുഗർ ബോൾസ് ആണ്. അത് ഗ്രീനും വൈറ്റും ഒരു കോംബോ ആയിട്ട് വരുന്നുണ്ട്. യെല്ലോ പർപ്പിളും വരുന്നുണ്ട്, പിന്നെ ബ്ലൂവും പിങ്കും വരുന്നുണ്ട്. എനിക്ക് വൈറ്റും മറ്റേ ഗ്രീനും മതി ഗൈസ്. നല്ല രസമുണ്ടാവും. എനിക്ക് ഏത് കളർ കിട്ടിയാലും ഞാൻ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. എനിക്ക് എന്താണ് ബ്ലൂവും പിങ്കും കിട്ടിയ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ലോട്ട് ഇട്ടിട്ട് സെലക്ട് ചെയ്യാം ഗൈസ് ഏതൊക്കെയാണ്. നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ട് ഞാൻ ലോട്ടൊക്കെ ഇടും. ഓക്കെ, ശ്രീ എടുത്തോ. ഏതാ വേണ്ടേ? ഞാനിത് ഞാനിത് വൈറ്റും ഗ്രീനും. എനിക്ക് പിങ്കും ബ്ലൂ. എനിക്ക് യെല്ലോ പർപ്പിളാ ഗൈസ് കിട്ടിയത്. ഇവർക്ക് രണ്ടുപേരും പറഞ്ഞ സാധനം തന്നെ. പിന്നെ പറഞ്ഞാൽ എനിക്ക് പർപ്പിള് യെല്ലോ ഇതിൽ മാച്ചും ആവും. അപ്പൊ എനിക്ക് എനിക്ക് ഈ രണ്ട് കളറാ കിട്ടിയത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ, നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്കും. എനിക്ക് കിട്ടിയത് ഇതാ ഈ ഗ്രീൻ ആണ്. ഇതില് വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ വൈറ്റ്, ഇത് പിന്നെ ഒരേപോലത്തെ ഒരു മീഡിയം സൈസിലുള്ളതാ. ഇതൊക്കെ ഗൈസ് നല്ല അടിപൊളി പർപ്പിൾ കളറ്. ഈ ഷുഗർ ബോൾസും ഈ കുഞ്ഞു കുഞ്ഞു യെല്ലോ ഷുഗർ ബോൾസ് ആട്ടോ എനിക്ക് കിട്ടിയത്. ഇത് ശരിക്കും നല്ല മുത്ത് പോലെ ഉണ്ട് ഗൈസ്. ഞാനിത് വെച്ച് തുടങ്ങി ഗൈസ്. ഞാനിതാ വൈറ്റ് ഷുഗർ ബോൾസ് ഇത് അവിടെ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ കേട്ടോ. ഞാൻ അങ്ങോട്ട് രസമുണ്ട്. വൈറ്റ് ആയിരിക്കും നല്ല ഭംഗിയുണ്ടോ ഹോൾസ് പോലെ. ഇത് ഞാനിങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം.
ഞാനിവിടെ ഗൈസ് എന്റെ ലാവൻഡർ ഫ്ലവറിന്റെ മുകളിൽ ഈ പർപ്പിൾ കളറ് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാണ്. ഓരോന്നിന്റെ മുകളിൽ ഓരോന്നാട്ടോ വെക്കുന്നത്. ഇതാ ഇങ്ങനെ ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളൂ. ഗൈസ് ഞാനിതാ ഇങ്ങനെ ഷുഗർ ബോൾസ് ഇവിടെ ഇങ്ങനെ വെതറി കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സ്പേസ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ തോന്നി. അപ്പൊ ഇതാ ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് ഇങ്ങനെ വെതറി കൊടുക്കാം. പിങ്കിലേക്ക് പിന്നെ ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് പിന്നെ ഈ വൈറ്റാ. അപ്പൊ അതിന്റെ ഇടയിലേക്ക് കുറച്ച് പിങ്ക് വന്നാല് ആ വൈറ്റ് ആ ഗ്രീൻ ഇങ്ങനെ ഇളിച്ചു നിൽക്കുന്നത് കുറച്ചൊന്ന് കുറയുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ വൈറ്റിന്റെ കൂടെ ഗ്രീൻ കളർ പേൾസും വെച്ചുകൊടുത്തു കഴിച്ചു. അവിടെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു രീതിയിലില്ലേ കേക്കിന് കോട്ടം തട്ടാത്ത കേക്കിന് കോട്ടം തട്ടാത്ത രീതിയിൽ വെച്ചുകൊടുത്ത് അതിങ്ങനെ വെച്ചപ്പോ ഉള്ളിൽ ഇങ്ങനെ പേൾസ് ഇങ്ങനെ തളങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് ഇങ്ങനെ തോന്നുക. നീ ഇതിന് ഔട്ട്ലൈന് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്ത് നോക്കുക ഗൈസ്. ഞാനിതാ ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ള യെല്ലോ കുഞ്ഞ് ബീഡ്സ് ഈ യെല്ലോ വെച്ചിട്ട് നമ്മൾ ഈ കവർ ചെയ്തിട്ടുള്ള ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു തിളക്കം പോലെ ഇങ്ങനെ തോന്നും. നല്ല ഭംഗി ഉണ്ടാവും. അതിനും 3D എഫക്ട് കിട്ടി. ഇത് നല്ല രസമുണ്ട് ഇതിനിങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തിട്ട്. ഷാമി ഫുൾ ഔട്ട്ലൈനിന്റെ മുകളിലാണ് ഗൈസ്. ഔട്ട്ലൈൻ ചെയ്തപ്പോ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ കേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ ഈ തീം വിചാരിച്ചപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ ഒരു തീമിൽ ചെയ്യണമെന്ന്. ഇനി ഫുള്ള് കവർ ചെയ്യാതെ ഹാഫ് ചെയ്ത് നോക്കും. അത് ഒരു റിയലിസ്റ്റിക്. എന്നിട്ട് അവിടെ നിർത്ത്. അയ്യോ ഓക്കെ ഗൈസ് ഞാനിതാ ഇങ്ങനെ ചെറുതായിട്ട് ഈ ഒരു ഗ്രീൻ ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഈ യെല്ലോ കൊണ്ടൊന്ന് ഔട്ട്ലൈൻ കൊടുത്ത് നോക്കിയാലോ എന്ന്. അപ്പൊ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം കേട്ടോ. പക്ക സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഔട്ട്ലൈൻ അല്ല, ഒരു എബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ. ഇങ്ങനെ മെല്ലെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് വളഞ്ഞാലൊന്നും കുഴപ്പമില്ല, അത് ആ ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ട് പോയിക്കോളും. ഗൈസ് ഞാനിതാ ഈ കേക്കിന്റെ മൊത്തം ഭാഗം ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ ഞാനിതാ ഇവിടെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഔട്ട്ലൈനും ചെയ്ത് ഇപ്പൊ ഇവിടെയും ചെയ്ത് ഇതിന്റെ ഉള്ളിലും ചെയ്യാണ്. ഇനി നമുക്ക് ഇവിടെയും ചെയ്യാനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ യെല്ലോ ചെയ്തതിന്റെ കൂട്ടത്തിൽ കുറച്ചൊന്നിങ്ങനെ എന്താ പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഷുഗർ ബോൾസിന് ഫുൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻ കൊടുത്തെങ്കിൽ മതിയായി. അപ്പൊ കുറച്ച് റെസ്റ്റിലാണ്. പിന്നെ നമ്മുടെ മുകളിലും കൊടുത്തിട്ടോ കുറച്ച്. ഗൈസ് അങ്ങനെ ഞാനിത് ഇവിടെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. ശ്രീ വിചാരിച്ച പോലെ ശ്രീയുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം നിന്നില്ല ഗൈസ്. അങ്ങനെ പിന്നെ ഓക്ക് എന്തൊക്കെയാണോ തോന്നിയത് അതൊക്കെ ഓൾ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടേയിരുന്നു. പക്ഷേ ഈ കവായി എന്ന് പറയുന്ന സമയത്ത് ഓള തലയിലാണ് ഈ ഐഡിയാസ് കത്തേണ്ടത്. പക്ഷെ തുടക്കത്തിൽ എന്തോ പാളിപ്പോയി. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ശ്രീ ചിലപ്പോ ഐഡിയപരമായി കുറച്ച് റൗണ്ട്സ് അങ്ങോട്ട് കഴിയുമ്പോൾ അത് റെഡിയാക്കി വരും. ഈ ലാവൻഡർ ഞാൻ ഇവിടെ എടുത്ത് ഒഴിവാക്കും. എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പൊ ഇത് ഞാൻ ഇവിടെ എടുത്ത് ഒഴിവാക്കും. അങ്ങ് ഇഷ്ടമായി, പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. ഇതിലേക്ക് അങ്ങോട്ട് ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ട് പോയിട്ട് എന്താ കിട്ടുന്നതിനുള്ളതിനനുസരിച്ച് തീരുമാനമാക്കാം. അടുത്ത റൗണ്ട് നമുക്ക് വരുന്നത് ഫ്രൂട്ട്സിന്റെ റൗണ്ട് ആണ് കേട്ടോ. അതായത് ബ്ലൂബെറി ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. എന്ത് കിട്ടിയാലും ഓറഞ്ച് കിട്ടരുത്. ഓറഞ്ച് കിട്ടരുത് എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എനിക്ക് തന്നെ കിട്ടും. എന്റെ കഷ്ടകാലം വെച്ചിരിക്കാതാ തോന്നുന്നു. ഓറഞ്ച് കിട്ടല്ലേ, ഓറഞ്ച് കിട്ടല്ലേ. വേറെ മറ്റേത് ഏത് കിട്ടിയാലും അറിയണേ പ്രതീക്ഷയിൽ അവിടെ നിൽക്കുന്നത്. ഇത്തവണ എന്തോ ലക്കിന്റെ കൂടെ തോന്നില്ല ഗൈസ്. എനിക്ക് ഓറഞ്ചാണ് കിട്ടിയത്. എനിക്ക് ബ്ലൂബെറി എനിക്ക് സ്ട്രോബെറി കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് അപ്പൊ റെഡും കൂടെ വന്നാൽ എന്താവുന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഓറഞ്ച് വേണോ? ഓറഞ്ച് തീരെ വേണ്ട. എനിക്ക് ബ്ലൂബെറി ഓക്കെയാ, കുഴപ്പമില്ല. എന്നാലും എന്ത് രസാലേ ബ്ലൂബെറി ആണ്. ഇതിപ്പോ എവിടെ വെച്ച എന്താവും എനിക്ക് അറിയില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. ഞാൻ ഈ ലാവൻഡർ ഫ്ലവർ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാണ് ഗൈസ്. അവിടെ സ്ട്രോബെറി വെക്കാം. അവിടെ സ്ട്രോബെറി വെക്കും. എനിക്ക് തീരെ ഇഷ്ടമില്ല. ഞാൻ വിചാരിച്ചത് എന്റെ കയ്യിൽ ആ ഫ്ലവർ നിൽക്കും, കുഞ്ഞു ഫ്ലവറില്ലേ, അതാ ചെയ്തത്. അത് ചെയ്തപ്പോ അതിന്റെ ലീഫ് വലുതായി പോയി. അപ്പൊ ഞാൻ ഒന്നും കൂടി വലുതാക്കി. എന്നിട്ട് വലുതാക്കിയിട്ടാണ് അതിപ്പോ എങ്ങനെയായത്. ഞാനിതാ എന്റെ ഓറഞ്ച് ഇവിടെ വെക്കാണ് കേട്ടോ ഗൈസ്. എനിക്കറിയാം നിങ്ങളിത് കാണുമ്പോ ഞെട്ടുന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി ബ്ലാക്ക് ഔട്ട്ലൈൻ ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയാവും. അല്ല, ഞാൻ വേറൊരു ഐഡിയ വിചാരിക്കുന്നുണ്ട്. അത് കണ്ടുകഴിഞ്ഞ് ചിലപ്പോ ഞെട്ടും. അത് ഞാൻ വഴി കാണിക്കാം ഗൈസ്. ഞാൻ ആ ലാവൻഡർ ഫ്ലവേഴ്സ് ഇവിടുന്ന് 2 സ്ഥലത്തു നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു പോർഷൻ മൊത്തം ഞാൻ സ്ട്രോബെറി ആക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെ വെക്കാം. നമുക്ക് ആദ്യം പരിക്ക് പറ്റിയ ഭാഗത്ത് വെച്ചു കൊടുക്കാം. അത് നല്ലൊരു തീരുമാനമായിരുന്നു ശ്രീ. എനിക്കും ഇഷ്ടമായി. കുറച്ചും കൂടി ഒരു ഭംഗിയായും തോന്നുന്നു. കാരണം ഓവർ കളേഴ്സ് വന്നാലും ചിലപ്പോൾ അങ്ങോട്ട് ഭംഗി ആയിക്കോണം എന്നില്ല. നമുക്കിത് ഈ സ്ട്രോബെറി ഇങ്ങനെയല്ല, ഇങ്ങനെ ഇവിടെ വെച്ചു കൊടുക്കാം. ഇപ്പൊ ആ പരിക്കുകൾ അത്യാവശ്യം കവറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ എങ്ങനെയാണ് കേട്ടുള്ളത്. ഈ മേഖല ഞാൻ ഇവിടെ എടുത്തൊഴിവാക്കി.
ഒഴിവാക്കാൻ എനിക്ക് അതും ആ ഇഷ്ടം. മാംഗോ ഇഷ്ടായില്ലേ? ഇവളെ എടുത്തൊഴിവാക്കാൻ വേണ്ടിട്ട് കൊറേ എന്തൊക്കെയോ വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടമായില്ല. ഞാനിതാ guys ഈ ബ്ലൂബെറി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ എന്റെ ഉദ്ദേശം എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനിതാ ഏകദേശം നമുക്ക് ഈ ബ്ലൂബെറി ഇവിടെ വെച്ചിട്ട് ഈന് ഇവിടെ ഒരു ലീഫ് പോലെ ഇങ്ങനെ കൊടുത്താലോ എന്നൊരു തോന്നലാണ് ഞാനത് അവിടെ വെച്ചത്. ഞാനിവിടെ ഔട്ട്ലൈൻ കൊടുത്ത് തീർന്നില്ലേ? കുറെ നേരം ഔട്ട്ലൈൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ ഔട്ട്ലൈൻ കൊടുത്ത് ഇനി എനിക്ക് ഇവിടെ കൂടെ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ കേക്ക് അങ്ങനെ ആ ഒരു 3D എഫക്റ്റിൽ നിൽക്കും കേട്ടോ. ഗൈസ് ഞാനിത് അവിടെ ബ്ലൂബെറീസ് 3 സ്ഥലത്ത് വെച്ചു കൊടുത്ത് അതിന് കുറച്ച് ഇല പോലെ വെച്ച് എന്നിട്ട് പർപ്പിൾ കളറ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്വേൾ ചെയ്തെടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. അത് നല്ല രസമുണ്ട്. ആണല്ലേ? ഇനി അതിന് ഞാന് ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുക്കാട്ടോ. അത് ഇങ്ങനെ അതങ്ങനെ ഉണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ശരി, അങ്ങനെ ഉണ്ട്. നല്ല രസം ജി. റെഡി ആയി ഗൈസ്. അതുപോലെ നമുക്ക് ഇതും അങ്ങനെ ചെയ്യാട്ടോ. നമ്മൾ കേക്ക് എടുത്തിട്ട് ഞാനിതാ ഈ സ്ട്രോബെറി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കി പരിക്കുകളൊക്കെ മറക്കാൻ വേണ്ടിട്ട് ചെറുതായിട്ട് ലീഫ് പോലെ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞാല് സ്ട്രോബെറി വെച്ചപ്പോ അതിനൊരു രസം. പിന്നെ വീണ്ടും കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇതെങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതേ ഇവിടെ അടുത്ത ഫ്ലവർ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ വരച്ചു കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് പ്ലാന്റിന്റെ ആ ഒരു സ്റ്റെം കൊടുക്കാം കേട്ടോ. ഗൈസ് ഞാൻ ഇവിടെ കേക്കിന്റെ മുകളിൽ ഒരു കിറ്റീനെ വരച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം. അത് നല്ല രസല്ലേ? സുഖല്ലേ? ഓ ഇത് കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ അത് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അയ്യോ നോക്കി വരയ്ക്ക്. ഇങ്ങനെ ഒരു ലൈന് ഇങ്ങോട്ടും വരയ്ക്കാം. അത് കറക്റ്റ് കിട്ടി. ഇവിടുന്ന് ഇങ്ങനെ ചെവി വരയ്ക്കാം. മുഖം ക്യൂട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സക്സസ് ആയി. ഈ ഓറഞ്ചിന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എടുക്കാൻ വേണ്ടിട്ട് നീ കഴിക്കട്ടെ. അല്ലല്ല, ഇതില്ലേ ഇതൊന്ന് സംബന്ധം അറിയോ? ഈ കിറ്റ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഓറഞ്ച് പോലെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓറഞ്ച് പോലെ കയ്യില് മനസ്സിലായി. പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പോകുന്ന എനിക്ക് മനസ്സിലായില്ല. ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇനി ഞാൻ ബാക്കി കൂടെ ആക്കിയട്ടെ കേട്ടോ. അങ്ങനെ ഇവിടെ തേർഡ് റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ കേക്ക് ഇത് എങ്ങനെയാണ്. എന്റെ കേക്ക് ഇത് എങ്ങനെയാണുള്ളത്. ഞാൻ ആ സ്ട്രോബെറി ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ചുറ്റിനും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെറുതായിട്ട് ഈ മേഘം അങ്ങോട്ട് എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഇഷ്ടമായില്ല. അവിടെ ഞാൻ ഈ ഭാവിയിൽ കിട്ടുന്നത് എന്തെങ്കിലും വെച്ച് ഞാൻ ഫില്ല് ചെയ്യും. പിന്നെ ചുറ്റിനും നോക്കുമ്പോൾ ഇതപ്പോ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇനി അടുത്തത് എന്റെ കേക്കാണ് ഗൈസ്. ഞാനൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓറഞ്ച് ഇവിടെ വെക്കാന്ന്. പക്ഷെ ഞാൻ ഇത് കുറച്ചുകൂടെ മുകളിലോട്ടേക്ക് വരച്ചാൽ എനിക്ക് ഇവിടെ ഓറഞ്ച് വെക്കാനുള്ള സ്ഥലമുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ കിറ്റീന്റെ കൈമേൽ ഒരു കുഞ്ഞു ഹാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിട്ട് ഓറഞ്ച് വെക്കും. അങ്ങനെ ഇത്രയും റൗണ്ട്സ് കഴിഞ്ഞപ്പോ എന്റെ കേക്ക് ഇങ്ങനെയാണ് ഗൈസ് ഉള്ളത്. എനിക്ക് കിട്ടിയുള്ള ബ്ലൂബെറീസ് ഇതാ ഗൈസ് ഇവിടെ 3 എണ്ണമായിട്ട് വെച്ചു കൊടുത്ത് അതിന്റെ മുകളിൽ ഞാൻ പർപ്പിൾ കളറിലുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഞാൻ കോമിക് പോലെ അങ്ങനെ ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പൂക്കൾ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട്ലൈനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാട്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി ഗൈസ് നമുക്ക് അടുത്ത റൗണ്ട്സിലേക്ക് പോവാം. അടുത്ത റൗണ്ട്സിൽ നമുക്ക് വരുന്നത് ചോക്ലേറ്റ് ആണ്. റാഫലോ വരുന്നുണ്ട്, ഹെർഷീസിന്റെ മിൽക്ക് ചോക്ലേറ്റ് വരുന്നുണ്ട്, മിൽക്കി ബാർ വരുന്നുണ്ട്. ഇതിൽ എനിക്ക് ഏത് കിട്ടിയാലോ? എനിക്ക് മിൽക്കി ബാർ മതി എന്ന് എനിക്ക് തോന്നുന്നത്. ചോക്ലേറ്റിന്റെ റൗണ്ട് വേണ്ടായിരുന്നു. എനിക്ക് റാഫലോ കിട്ടിയ നല്ലായിരുന്നു. മിൽക്കി ബാറും ഓക്കെയാണ്. ഹെർഷീസിന്റെ പിന്നെ ഒരുമാതിരി ഇങ്ങനത്തെ വളഞ്ഞൊക്കെ ഷേപ്പ് ഉള്ള ഒരു ചോക്ലേറ്റ് ആണ് തോന്നുന്നത്. അറിയില്ല. ലോട്ട് ഇട്ടോ നന്നായിട്ട് ചോക്ലേറ്റ് ലോട്ട്. ഇത്ര മിൽക്കി ബാർ കിട്ടണം. ഏതായാലും കുഴപ്പമില്ല. മിൽക്കി ബാർ എനിക്ക് കിട്ടിയത്. റാഫെല്ലോ എനിക്കാണ് ഇന്ന് ശ്രീന്റെ കഷ്ടകാല ദിവസം എനിക്കില്ലേ അത് വെച്ചിട്ട് ശ്രീക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ അഞ്ചിക്ക് റാഫൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചിലപ്പോ വേണമെങ്കിൽ ഒന്നും പറ്റില്ലെങ്കിൽ പൊടിച്ചെങ്കിലും അതേ ഓർത്തില്ല. കാര്യം ഇതിന്റെ ഭംഗി എനിക്ക് കൊളാക്കാൻ വയ്യ. അപ്പൊ ഞാൻ മിൽക്കി ബാർ വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക നോക്കട്ടെ. ഞാൻ ഇതെന്താ ഷേപ്പ് എന്നുള്ള ആദ്യം നോക്കട്ടെ. ഇതുണ്ടോ? ഇത് ഓപ്പൺ ചെയ്യുമ്പോ അതിന്റെ ഉള്ളിൽ വേറൊരു പാക്കറ്റ് മിൽക്കി ബാർ. പാലോ മേഘോ ഇതുവരെ ഉള്ള മേഘവും പൂവും ഒക്കെ കൊള്ളായതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇത് കുഞ്ഞു റാഫലോ ആണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് ഗൈസ്. ഇത് ഉണ്ടോ? ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ.
ഞാനൊന്ന് തിന്നിരുന്നിട്ട് ആലോചിച്ചാ മതിയോ? ഒന്ന് തിന്നുകൊണ്ട് ആലോചിച്ചാ മതിയോ? 3 റാഫല്ലേ ഉള്ള 3 എന്തായാലും എനിക്ക് ഒന്നൊക്കെ മതിയാവുള്ളൂ. ഇതിങ്ങനെ സെന്ററിൽ വെച്ചാലോ? ഇതിങ്ങനെ വെച്ചാലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഞാൻ സെന്ററിൽ വെക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, വെറുതെ കൊളാക്കുന്നത്. ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ തന്നെ ചെയ്യാണ് guys. ഞാനിത് ഇതിവിടെ എങ്ങനെ വെച്ചു, എന്നിട്ട് ഇതിക്ക് ഷാമി പറഞ്ഞ ഐഡിയ ഇതിന്റെ ഉള്ളിൽ വെച്ചോ പറഞ്ഞു. അപ്പൊ ഞാൻ ഓള് പൊടിച്ചിടാന്ന് പറഞ്ഞു. എനിക്ക് പൊടിച്ചിടാൻ തോന്നിയില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ കുറച്ച് സ്നോ പോലെ ഇങ്ങനെ പൊടിച്ചിടൂലേ? വേണ്ട, നമുക്ക് ഇങ്ങനെ വെക്കാം. ഇത് ഇവിടെ അല്ല, അങ്ങനെയല്ല, എനിക്ക് എന്തോ ഇതാണ് നല്ലതെന്ന് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഗൈസ്, ഞാനിത് എനിക്ക് റാഫിലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഈ യെല്ലോന്റെ മുകളിൽ ഈ ബ്ലാക്ക് ബോർഡർ പോലെ തന്നെ വൈറ്റ് ബോർഡർ പോലെ തോന്നുന്നത്. അതായത് നമ്മളിങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ വൈറ്റ് ഭാഗം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യൂലേ, ഇങ്ങനെ ഒരു ഗ്ലേസിങ് പോലെ, അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആക്കിയിട്ട് ബാക്കി ഞാൻ തിന്നും ചെയ്തു. ഷാം ഇവിടെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുക. ഞാൻ ഒരു റൗണ്ടിൽ കിട്ടിയ ഓറഞ്ച് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത് മിൽക്കി ബാറും കൂടെ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. ഇത് സംഭവം ഇതിന് മാച്ചാണ്, പക്ഷെ ഇതിന് മാച്ച് ആവുന്ന രീതിയിൽ ഇങ്ങനെ വെക്കണമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, വേണം, അതാണ് ഞാൻ വിളിക്കുന്നത്. ഈ ഐസ്ക്രീം സ്റ്റിക്ക് പോലെ ഇങ്ങനെ വെച്ചാലോ? എങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഇത് ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ ചെയ്താലോ? എനിക്ക് ഈ കേക്കിന് മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ ഒരു താല്പര്യമില്ല. അതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ഇത് സ്ക്വയർ അല്ലെങ്കിൽ ഇത് സ്ക്വയറോ ട്രയാങ്കിളോ ആക്കാൻ പറ്റും. ട്രയാങ്കിൾ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് അതിന് ബോർഡർ കൊടുത്താൽ അത് ശരിയാവും അറിയില്ല. അല്ല, ബോർഡർ ഞാൻ ഇവിടെ വെച്ചിട്ട് എന്തായാലും ഒരു ബോർഡർ കൊടുക്കും. പക്ഷെ ഇത് ഇവിടെ വെക്കണോ അതോ ഇവിടെ സൈഡ്സിൽ എവിടെയെങ്കിലും കിറ്റിയുടെ ഇവിടെ വരുന്നില്ലേ? അപ്പൊ കിറ്റിന്റെ ഇവിടെയും ഇവിടെയും എന്നുവെച്ചാൽ ഇവിടെ പിന്നെ ഇവിടെ ഒരു ഡിസൈൻ എന്നുള്ള പോലെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ആലോചിക്കണം. അവസാനം ഞാൻ തീരുമാനിച്ചു. ഈ മിൽക്കി ബാർ ഞാനിതാ കേക്കിന് 2 ചെവി പോലെ ഇങ്ങനെ ഇവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട്. സമാധാനം. ഇത് ഇങ്ങനത്തെ ഷേപ്പാട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഓറഞ്ച് എന്താ ചെയ്യാ? ഓറഞ്ച് അയ്യോ, അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. ആദ്യം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ വെക്കാം. എന്നിട്ട് ബോർഡറും കൊടുക്കാം. അങ്ങനെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സമയമായി. അടുത്ത റൗണ്ടിൽ വരുന്നത് വേഫേഴ്സ് ആണ്. അതിലിത് ഈ യെല്ലോ വേഫർ വരുന്നുണ്ട്, കോൺ വേഫർ ഭയങ്കര വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്, ചോക്ലേറ്റ് വേഫറും വരുന്നുണ്ട്. എന്താ പറയാ, ലോങ് വേഫേഴ്സ് ആണ് കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ളത്. എനിക്ക് റോൾ ആട്ടോ കിട്ടിയത്. അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് വെക്കണം. എനിക്ക് വേഫർ കോൺ ആണ് കിട്ടിയത്. നല്ല രസമുണ്ട്. ഇതൊക്കെ ശരിക്കും നമുക്ക് ചെവിയായിട്ട് വെക്കാം. പിന്നെ അതേപോലെ മറ്റേ യൂണിക്കോൺ തീമൊക്കെ ആണെങ്കിൽ ഇത് കൊമ്പായിട്ട് വെക്കാം. ഞാനെന്ത് ചെയ്യും, ഓൾറെഡി കൊമ്പുകൾ അവിടെ വെച്ചുള്ളതുകൊണ്ട് അതിന്റെ സൈഡിൽ ബ്രൗൺ തീമിൽ അങ്ങനെ കൂടെ പോയിക്കോളൂ. ഇത് ഇവിടെ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിൽ ഇവിടെയും അങ്ങനെ കൊടുക്കാം. രസമാവും ചിലപ്പോ. ശ്രദ്ധിച്ചാൽ എന്റെതും കൂടി ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വേറൊരു ട്രയാങ്കിൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് ഇവിടെയും കൊടുക്കാം. ചെറുതായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ അത് അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. പിന്നെ വൈറ്റ് കളർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല, ന്യൂട്രലായിട്ട് അങ്ങോട്ട് പോയിക്കോളും, അതിനോട് കുഴപ്പമില്ല. ഞാനിതാ ഗൈസ് 3 വേഫേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വേഫർ പൊട്ടിച്ചിട്ട് ഒരു കുഞ്ഞു കഷ്ണം അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ നിന്നോട്ടെ, നമുക്ക് ഇതിന് ഔട്ട്ലൈൻ കൊടുക്കുക അല്ലെങ്കിൽ കളർ കൊടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. ഞാനിതാ ഈ വേഫറിനെ 3 കുഞ്ഞു പീസ് ആക്കിയിട്ടുണ്ട്. ഇതിനെ ഞാനിതാ അങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് ഇതിന്റെ അടുത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ. അതല്ലാതെ ഈ കേക്കിൽ ഇത് വെക്കാൻ വേറെ ഒരു സ്ഥലവും ഞാൻ കാണില്ല ഗൈസ്. ഞാനിതാ ഈ വേഫറിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു വൃത്തിയിൽ ഒരു ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുണ്ടോ, ഒരു ഔട്ട്ലൈൻ കൊടുത്തപ്പോൾ ഒരു പിക്ചർ എഫക്റ്റ് പോലെ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ പല രീതിയിൽ വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗൈസ്, ഞാനിതാ ടോപ്പിൽ ബാക്കിയുള്ള ഈ ഒരു സ്ഥലത്ത് ചെറുതായിട്ട് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു പിങ്കിൽ തന്നെ വന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല തോന്നി. അപ്പൊ ഞാൻ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത റൗണ്ടിലാണ് ഗൈസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ മെർമെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു അംബ്രല ഒക്കെ പിടിച്ചിട്ട് ഒരു കുട്ടി വരുന്നുണ്ട്, ഫ്ലമിംഗോയും വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിങ്ങനെ ടോപ്പിംഗ്സിൽ ഇങ്ങനെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഇതിലാർക്കൊക്കെ എന്തൊക്കെ കിട്ടാൻ നോക്കാം. ഫ്ലമിംഗോ അല്ലേ? എനിക്ക് ഫ്ലമിംഗോ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇനി അതിൽ പിങ്ക് വന്നാൽ രസമാവും. അതാണ്, അതെനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മെർമെയ്ഡ് വന്നിട്ട് കാര്യമുണ്ടോ എനിക്ക് അറിയില്ല. എനിക്ക് ആ കുട്ടീനെ കിട്ടിയ കുഴപ്പമില്ല. ഓക്കെ, എന്താ ഏതെങ്കിലും വരട്ടെ നോക്കാം. എനിക്കാണ് ഫ്ലമിംഗോ കിട്ടിയത്. കുഴപ്പമില്ല, ഇന്ത്യയിലേക്ക് മാച്ച് ആവുന്ന സാധനമാണ്. അപ്പൊ ഫ്ലമിംഗോ 2 ഫ്ലമിംഗോ. ഇത് കിഡ് വിത്ത് അംബ്രല. എനിക്കൊരു മെർമെയ്ഡിനെ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറക്റ്റ് സാധനം
ഇത് ഇതിലേക്ക് മാച്ച് ആണ്. ഇത് ഇതിലേക്ക് കുഴപ്പമില്ലാന്ന് അയ്യോ തോന്നുന്നു. ഈ ഫ്ലമിംഗോ കിട്ടിയ അത് കുറച്ച് ബോറാവുന്നു. ഞാൻ എന്തോ കോയിൻസിഡൻസ് പോലെ ആ ഒരു ബ്ലൂം യെല്ലോയും തീമിലാട്ടോ വെച്ചത്. അതുപോലെ തന്നെ നല്ലൊരു എന്താ യെല്ലോ ജാക്കറ്റ് ഇട്ട് ഒരു ബ്ലൂ കൊടയൊക്കെ പിടിച്ചിട്ട് ചുവന്ന ബാഗ് ഇട്ടിട്ട് ഒരു കുഞ്ഞു അതോടെ ഇങ്ങനെ നടുവിലേക്ക് നല്ല നല്ല രസമുണ്ടാവും ഗൈസ്. നമുക്ക് ഇത് ഇതിന്റെ നടുവിലൊക്കെ ഇത് എങ്ങനെ ഉണ്ടാവും അറിയോ? ഈ നമ്മുടെ ഒരു കാൻഡി വേൾഡിലൊക്കെ പോയ പോലെ കാർട്ടൂൺ വേൾഡിൽ പോയ കുട്ടി. എനിക്കതാ ഗൈസ് ഈ ഒരു കുഞ്ഞു മെർമെയ്ഡിനെ കിട്ടി. നല്ല രസമുണ്ട്. അതൊക്കെ കിടക്കുന്ന പോലുള്ള ഒരു മെർമെയ്ഡ് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. സ്ത്രീക്ക് എപ്പോഴും മെർമെയ്ഡ് ആയിട്ട് ഒരു കണക്ഷൻ ആണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിന് ഇപ്പൊ തന്നെ വെക്കാൻ പോകണം. ഇതുണ്ടോ ഈ ഒരു സ്പേസിൽ ഒരു എംപ്റ്റിനെസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ശ്രീ. ഇത് ഇവിടെ ഇത് കണ്ടോ? നോക്ക് ആ ഗ്രീനും കൂടെ വന്നപ്പോ ഒരു കടൽ എഫക്റ്റ് ഇല്ലേ? അല്ലല്ലോ ഇത് കടലായില്ലേ? ഗ്രീൻ വന്ന സമയത്ത് ആ ഒരു പായലൊക്കെ അതിന്റെ ഫ്ലവർ ഇതിപ്പോ കടലായി. എനിക്ക് സമാധാനായി. ഇത് ഏകദേശം ഒരു മാച്ചിങ് തീമിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു തീമിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കിൽ ചെറിയൊരു പ്രശ്നം അത് ഞാനിപ്പോ തീർക്കും. ഇപ്പൊ മൊത്തത്തിൽ ഇനിയിപ്പോ ഈ ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ പാറക്കൂട്ടത്തിന്റെ ഇടയിലുള്ള അതെ നല്ല രസമുണ്ട്. ഇതൊക്കെ പാറകളായിട്ട് നമുക്ക് കൂട്ടാം. അതിന്റെ ഇടയിലുള്ള ഫ്ലവേഴ്സും പായലും എല്ലാം ആയിട്ട് ബാക്കിയുള്ളതും കൂട്ടാം. ഇതാണ് ഗൈസ് എന്റെ ഫ്ലമിംഗോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഈ കിറ്റി കേക്കിലേക്ക് എങ്ങനെയാ ഫ്ലമിംഗോ? അല്ല കിറ്റി കേക്കും ഫ്ലമിംഗോ ഏകദേശം ആനിമൽസ് ഒക്കെ കൂടെ ഒരു ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഇവിടെ വെക്കണോ ഞാനൊന്ന് അറിയിക്കട്ടെ. ഞാനിതാ എന്റെ കിഡ് വിത്ത് അംബ്രല്ല കുട്ടീനെ ഇവിടെ ഇങ്ങനെ അതിന് എന്ത് രസമാണ്. ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്നറിയോ? കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടാ വെച്ചത്. അപ്പൊ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു എന്താ പറയാ മഞ്ഞില് മഞ്ഞിലിങ്ങനെ കാലിങ്ങനെ പതിഞ്ഞു പോലെ അതുപോലെ ഇറങ്ങി നിൽക്കുന്ന ഒരു കുട്ടി. മഞ്ഞപ്പോ എന്തിനാ കൊട മഞ്ഞ് തലയിൽ കൊള്ളാതിരിക്കുക. അതാണ്. അപ്പൊ കുറച്ച് വേണമെങ്കിൽ എന്റെ മറ്റേ റാഫെല്ലോന്റെ ഇട്ട് കഴിഞ്ഞാല് ഒരു ഫ്ലമിംഗോനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലമിംഗോനെ ഞാനിതാ ഇവിടെയും വെച്ചിട്ടുണ്ട്. അതായത് എന്റെ കേക്ക് കൊത്തിന്നാൻ പോകുന്ന ഫ്ലമിംഗോ ആ ഒരു രീതിയിൽ. അല്ലാതെ ഇത് മുകളിലൊന്നും വെച്ചിട്ട് രസമല്ല കേട്ടോ. ഇവിടെ എനിക്ക് പിന്നെ ഒരു രസം തോന്നി. അപ്പൊ ഞാൻ അതിന് അവിടെ വെച്ച്. ഞാനിത് ഫൈനൽ ടച്ചിലാണ് ഗൈസ്. കാരണം അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുക്കാന്ന് തോന്നി എനിക്ക്. അപ്പൊ ഞാനിത് ഇങ്ങനെ ഫ്ലവേഴ്സ് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഈ ഒരു കേക്കിൽ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു പിങ്ക് അല്ല. അപ്പം ചെറുതായിട്ട് ഭംഗി ഉണ്ടാവും തോന്നിയിട്ട് ഞാനിത് ഇങ്ങനെ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഒരു എഴുതളും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ ഇവിടെ കൊടുക്കാം. ഇതും കൂടെ കഴിഞ്ഞാൽ എന്റെ കേക്കിന്റെ പണി ഫുള്ളായി. അങ്ങനെ ഗൈസ് നമ്മളിത് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ബട്ടർഫ്ലൈന്റെ ഒരു ടോപ്പർ ഉണ്ട്, സ്ട്രോബെറിന്റെ ടോപ്പർ ഉണ്ട്, പിന്നെ റെയിൻബോന്റെ ടോപ്പറും ഉണ്ട്. ഇതില് ഏതൊക്കെ ആർക്കൊക്കെ കിട്ടും നോക്കുക. എനിക്ക് ഇനി ആ ടോപ്പറിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നില്ല ശരിക്കും. റെയിൻബോ കിട്ടി കഴിഞ്ഞാൽ ശ്രീക്ക് അത് ഓക്കെയാണ്. അല്ല ശ്രീക്കയിൽ ഏത് കിട്ടിയാലും ഓക്കെയാണ്. ശ്രീ എനിക്ക് ഓക്കെ ആവൂലേ? ശരിയാണ്. ഇങ്ങോട്ടും ഇങ്ങോട്ടോ ഇവിടെ സ്ഥലമില്ല. ഞാനിത് റെയിൻബോ സ്റ്റിക്ക്. എനിക്ക് സ്ട്രോബെറി ഇതൊക്കെ വെച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും പറയാൻ പറ്റുള്ളൂ ഗൈസ്. ആദ്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വൈറ്റ് ആണ് ഗൈസ്. അപ്പൊ ഈ വേണമെങ്കിൽ ഈ കുട്ടീന്റെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വേണമെങ്കിൽ റെയിൻബോ വന്ന പോലെ വേണമെങ്കിൽ വെക്കാം ഗൈസ്. എനിക്കിതാ ഇങ്ങനെ ഒരു റെയിൻബോ ആണ് കിട്ടിയത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്റെ കേക്കിനോട് മാച്ച് ആയി പോകുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചോടുക്കാം. എനിക്ക് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആ ഗൈസ് കിട്ടിയത്. കണ്ടോ ഇതുണ്ടോ എന്ത് രസം കാണാനെന്ന് അറിയാം. ഇത് പക്ഷെ എവിടെ വെക്കണം എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് നല്ല ഭംഗിയുള്ളത് സ്ട്രോബെറി കറക്റ്റ് എന്റെ സ്ട്രോബെറി ഉണ്ട്. അപ്പൊ അതേപോലത്തെ ടോപ്പർ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇത് എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ച കുഴപ്പമില്ല. ഇത് കണ്ടോ? ഇതോ ഇങ്ങനെ ഞെക്കാൻ പറ്റുന്ന ടൈപ്പ്. ഞാനിതിവിടെ വെക്കാൻ പോവാട്ടോ. ഞാനിതാ ഗൈസ് ഈ കേക്കിന്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെക്കാൻ പോവാട്ടോ. കുഴപ്പമില്ല. അത് വലിയ ബറില്ലാതെ വെച്ച് അങ്ങനെ നോട്ടെ. അത് അവിടെ മതി. ഒറ്റൊന്ന് മതി. അതിന്റെ ആവശ്യമുള്ള നമുക്ക് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ആ കുഞ്ഞു കുട്ടി ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈനെയോ അല്ലെങ്കിൽ മാലാഖേന്റെ ആ ഒരു ഏഞ്ചൽ ഇതിലിങ്ങനെ വരുന്ന പോലത്തെ ഒരു രീതിയിൽ ഇപ്പൊ ഞാൻ അവിടെ ബാക്കിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിച്ചത് ഈ മെർമെയ്ഡിന്റെ പുറകിലായിട്ട് ഇങ്ങനെ കുത്തി വെക്കാൻ പോവാണ് കേട്ടോ. ഒറിജിനൽ സ്ട്രോബെറിന്റെ കൂടെ. അതെ ഒറിജിനൽ സ്ട്രോബെറിന്റെ കൂടെ ഈ സ്ട്രോബെറി സ്റ്റിക്കർ വിത്ത് സ്ട്രോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ അല്ല വേണ്ട. ഒന്ന് മതി ഗൈസ്. ഈ ഒന്ന് ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ റെയിൻബോ ഇവിടെ വെച്ചെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെക്കാന്ന്. പക്ഷെ എന്റെ കേക്ക് വരുന്നത് ഇങ്ങനെ ഈ ഒരു കിറ്റീന്ന് കാണുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചതല്ലേ.
അപ്പൊ ഇങ്ങനെ കാണുന്ന ഒരു കേക്കാണ്, ഇങ്ങനെ കാണുന്ന കേക്കല്ല. അപ്പൊ ഞാൻ ഇതിനെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഹായ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളെ എല്ലാ റൗണ്ടും കഴിഞ്ഞപ്പോ ഞങ്ങളെ 3 പേരെയും കവായി കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ എന്റെ പിങ്ക് കവായി കേക്ക് ആണ് ഗൈസ്. ദേ ഇവിടെ മുകളിൽ തന്നെ ഞാൻ നല്ല കുഞ്ഞു കുഞ്ഞു പിങ്ക് ഫ്ലവേഴ്സ് ഇങ്ങനെ ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഇങ്ങോട്ട് വരുമ്പോൾ ദേ ഇവിടെ ഒരു മെർമെയ്ഡ് ഇരിക്കുന്നുണ്ട്. ചുറ്റിനും ഞാനിത് സ്ട്രോബെറീസ് വെച്ച് കൊടുത്തിട്ട് ഈ മെർമെയ്ഡിന്റെ നടുവിൽ വെച്ചിട്ട് എന്താ പറയാ, ഈ പായലും കല്ലുകളും ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ, അതെ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. ദേ ഇവിടെ ഫുള്ള് ഇങ്ങനെ ചെടികളുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ സ്ട്രോബെറിന്റെ സ്റ്റിക്ക് ഞാനിത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ നിൽക്കുന്നത്. പിന്നെ ചുറ്റിനും കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഈ പായല് ആ ഒരു രീതിയിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ചെടികളാണ് മെയിൻ ആയിട്ട് ഈ ഒരു കേക്കിന്റെ തീം എന്ന് പറയുന്നത്. പിന്നെ ഞാനിത് പിങ്ക് ഫ്ലവേഴ്സ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ചെറിയ ചെടികൾ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇത് ഇവിടെയും പിന്നെ ഇവിടെയും ആയിട്ട് ഞാൻ ഈ ഒരു യെല്ലോ ബോർഡർ ഇങ്ങനെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ഫൈനൽ ഫിനിഷിംഗ് വർക്കായിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത്രയാണ് എന്റെ പിങ്ക് കവായി കേക്ക്. ഇനി ഗൈസ് ഇന്റെ കിറ്റി കവായി കേക്കിലേക്ക് വരാം. ഒരു യെല്ലോ പിങ്ക് തീമിലാണ് ഇന്റെ കേക്ക് പോയിട്ടുള്ളത്. ഞാനിത് അവിടെ ഒരു കുഞ്ഞി കിറ്റീനെ വരച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കയ്യിൽ ഒരു ഹാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിന് ഞാൻ 2 ചെവി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കിട്ടിയ ടോപ്പർ റെയിൻബോ ഞാൻ ഇവിടെ വെച്ച്, പിന്നെ അവിടെ കുറച്ച് ഹാർട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കൊടുത്ത ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെൽറ്റ് ആയി പോകുന്ന രീതിയിൽ ഇങ്ങനെ പിങ്ക് കളർ കൊടുത്തിട്ട് അതിനിങ്ങനെ ഒരു ബ്ലാക്ക് ബോർഡർ ആയിട്ട് കൊടുത്ത്, പിന്നെ എനിക്ക് കിട്ടിയ ഓറഞ്ചും വേഫറും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനും ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പേൾസ് മൊത്തം ഞാൻ താഴത്തുള്ള ആ ലെയറിലുള്ള കേക്കിൽ ഞാൻ ഇങ്ങനെ പേൾസ് വെച്ചിട്ട് അതിനും ഞാൻ ഔട്ട്ലൈൻ കൊടുത്ത്, പിന്നെ ഫ്ലമിംഗോനെ ഞാൻ അവിടെ ഇങ്ങനെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് ഇന്റെ കിറ്റി കവായി കേക്ക്. ഇനി അടുത്തത് ഇന്റേതാണ് ഗൈസ്. ഇന്റത് ബ്ലൂ കവായി കേക്ക് ആണ്. ഇതിൽ ഞാൻ ലാവൻഡർ കളറും പിന്നെ ബ്ലാക്ക് കളറും ബ്ലൂവും യെല്ലോവും എല്ലാം കൂടെ ഉള്ള തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വേഫേഴ്സ് ഒക്കെ ഇങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത്, പിന്നെ ബ്ലൂബെറീസ് വെച്ച് അതിന്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം കൊണ്ട് ഡെക്കറേഷൻ ചെയ്ത് ഔട്ട്ലൈൻ കൊടുത്ത്, പിന്നെ കുറെ ലാവൻഡർ ഫ്ലവേഴ്സും അതിന്റെ സ്റ്റെമ്മും ഒക്കെ വരച്ചു കൊടുത്ത്, പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു കുട്ടീനെയാണ്. ആ കുട്ടീനെ ഇവിടെ വെച്ചു കൊടുത്ത്, ബാക്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റിക്ക് ഞാൻ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു ലാവൻഡർ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചുറ്റിലും ബോർഡർ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ താഴേക്ക് മെൽറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ യെല്ലോ കളറിൽ ഇങ്ങനെ മൊത്തം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റാഫല്ലോയും പിന്നെ വിപ്പിംഗ് ക്രീം ഒക്കെ വെച്ചിട്ട് ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് ഇന്റെ കവായി കേക്ക്. അപ്പൊ ഗൈസ് ഈ 3 കേക്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഏതാന്നുള്ള എന്തായാലും താഴെ കമന്റ് ബോക്സിൽ പറയാം. ഞങ്ങൾക്ക് എന്തായാലും തീരുമാനിക്കാൻ പറ്റുന്നില്ല guys. കാരണം ഞങ്ങൾക്ക് 3 ആളതും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ടഫ് വെറൈറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതെ അതെ അതെ, 3 ഭയങ്കര വെറൈറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അതെ, ആ ആളായിരിക്കും അപ്പൊ ഇന്നത്തെ ചാലഞ്ചിൽ വിന്നർ ആയിട്ട് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sajida signing off.